ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 253. നമ്മളിന്നിപ്പോൾ നോക്കുന്നത് 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണ ഉപനിഷത്താണ്. അതിലെ 2ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ മന്ത്രമാണ്. ഇതിൽ നമ്മുടെ വാക്കിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. നമ്മളെ സംസാരം, വാക്കിന് വലിയ കഴിവുണ്ട്. പലവരെയും ആകർഷിച്ച് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള കഴിവ് വാക്കുകൾക്കുണ്ട്. നമ്മളെ സംസാരം അനുസരിച്ചാണ് മറ്റുള്ളവരെ നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പം ആരെയും നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംസാരത്തിൽ എല്ലാവരും മടങ്ങി വീഴും. ഒരുമാതിരി 99% നമ്മളെ വാചകടിയിൽ വീഴും. അതൊരു സത്യം തന്നെയാണ്, അനുഭവത്തിൽ കാണുന്നതാണ്. നമ്മളെ ഉള്ളിലെന്തോ ആയിക്കോട്ടെ, നല്ല വാചകടി ഉണ്ടെങ്കിൽ പലവരെയും വീഴ്ത്താൻ പറ്റും. അപ്പം അങ്ങനെയൊരു ഇന്ദ്രിയമാണ് വാക്ക്. ഈ വാക്കിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം ഉള്ള ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പം എന്താണ് 4 പറയുന്നത് നോക്കാം. ഇനി വാക്കുമൂലം സിദ്ധിക്കുന്ന അഭിഷ്ടപൂർത്തിയെ പറ്റി പറയുന്നു. നമ്മുടെ അഭിഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കണമെങ്കിൽ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് അനുസരിച്ചാണ് നമ്മളെ കാര്യങ്ങൾ സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല. അത് നമുക്കറിയാം. ഒരാളുടെ അടുത്ത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു ശൈലിയിൽ സംസാരിക്കണം. വേറെ നേരെ മോശം അയാളെ ചൊടിപ്പിക്കുന്ന നേരത്തിൽ സംസാരിച്ചാൽ കിട്ടേണ്ട ആണെങ്കിലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ വാക്കിൻ്റെ സിദ്ധിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ടൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഉപാസകന് നമുക്ക് ആരെങ്കിലും പ്രിയങ്കരനായി തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വേറെ ഏതോ ഒരാൾ അയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നണം, അയാൾക്ക് പ്രിയപ്പെട്ടവനായി തീരണം ഞാൻ എന്ന് ആഗ്രഹിക്കുന്നവൻ വാഗ്ദേവതയ്ക്ക് പ്രിയനാകണം. അപ്പം വാക്കിൻ്റെ ദേവത ഒരു ദേവത എന്ന് പറയുമ്പോൾ നല്ല സ്വഭാവമാണ്. അപ്പം വാക്കിൻ്റെ ദേവത, ഒരു ദേവതയുണ്ട്, വാക്കിൻ്റെ ദേവത. ആ വാക്കിൻ്റെ ദേവതക്ക് സമാനമായിട്ട് നമ്മൾ മാറണം. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർ, ദേവന്മാർ, അസുരന്മാർ. ദേവന്മാരാണ് ആ പോസിറ്റീവ് വശത്തിൻ്റെ മാക്സിമം. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരെപ്പോഴും അവരുടെ മനസ്സ് ദേവന്മാർക്ക് സമാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്വഭാവം നമ്മളിൽ നിന്ന് വരും. അസുരന്മാർക്ക് സമാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അസുരന്മാരുടെ സ്വഭാവമായിട്ട് വരും. അപ്പോൾ നമ്മൾ വാഗ്ദേവതയെ പ്രിയനാകണം. വാഗ്ദേവതയായിട്ട് ദേവ സ്വഭാവത്തിലേക്ക് നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്നതെല്ലാം ദേവസ്വഭാവത്തോടടുപ്പിച്ചിട്ട് വരണം. വാഗ്ദേവതയ്ക്ക് പ്രിയനായിത്തീരണം. നമ്മൾ വാഗ്ദേവതയായിട്ട് അടുത്ത് വരണം. അല്ലാതെ അസുരന്മാരുമായിട്ട് അടുക്കരുത്. ദേവന്മാരുമായിട്ട്, വാഗ്ദേവതയുമായിട്ട് അടുത്ത് വരണം. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപാസന നടത്തണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും നല്ല തിഥിയിൽ, നേരത്തെ പറഞ്ഞ അഗ്നിയിൽ ഘൃതം നിവേദിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം പ്രതിജ്ഞ എടുക്കണം. സ്വയം പറയണം. ഘൃതം ഹോമിച്ചുകൊണ്ട്. എന്നിട്ട് എന്ത് പറയണം? ഞാൻ നിന്റെ വാക്കാകുന്ന ഇന്ദ്രിയത്തെ എന്നിൽ അവനം ചെയ്യുന്നു. ഞാൻ നിന്റെ വാക്കാകുന്ന ഇന്ദ്രിയത്തെ എന്നിൽ അവനം ചെയ്യുന്നു. ആ വാഗ്ദേവതയാണ് അതിൻ്റെ ഏറ്റവും മാക്സിമം നിൽക്കുന്നത്. ദേവന്മാരാണല്ലോ ഏറ്റവും ഗുണം തികഞ്ഞവർ. ദേവൻ, മനുഷ്യർ, അസുരൻ. ദേവന്മാർ ഏറ്റവും പോസിറ്റീവ്, അസുരന്മാർ ഏറ്റവും നെഗറ്റീവ്, മനുഷ്യർ രണ്ടും കൂടിയതാണ്. അപ്പം നമ്മൾ ദേവതയോട് എടുക്കണം. വാഗ്ദേവതയോട്, ഇവിടെ വാക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്ദേവതയോട് എടുക്കണം. നിന്റെ വാക്കാകുന്ന ഇന്ദ്രിയത്തെ എന്നിൽ അവനം ചെയ്യണം. അതായത് ദേവന്മാർക്ക് സമാനമായ, ദേവന്മാർ പല സ്വഭാവങ്ങളുള്ള, പല കാര്യങ്ങൾക്ക് പല ദേവന്മാർ. ഇതിൽ വാഗ്ദേവതയ്ക്ക് സമാനമായ
ഒരു വാക്കിന്ദ്രിയം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. എന്തിന്? എൻ്റെ കാര്യം സാധിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഉപാസനാർത്ഥം ഇത് ചെയ്യേണ്ടത്, ഉപാസിക്കേണ്ടത്, കൃതം അഗ്നിയിൽ ഹോമിക്കേണ്ടത്. എൻ്റെ പ്രാണനെ, നിൻ്റെ പ്രാണനെ എന്നിൽ ഹവനം ചെയ്യുന്നു. പ്രാണനാണ് നാം. പ്രാണനെ തന്നെ നിന്നിൽ ഹവനം ചെയ്യുന്നു. നിൻ്റെ ശൈലിയിലേക്ക് ഞാൻ എൻ്റെ ജീവനെ മാറ്റിയെടുക്കുന്നു. എൻ്റെ സ്വഭാവം നിന്നിന് സമാനമാക്കി മാറ്റിയെടുക്കുന്നു. ഞാൻ നിൻ്റെ നേത്രങ്ങളെ എന്നിൽ ഹവനം ചെയ്യുന്നു. നീ എങ്ങനെയാണോ എല്ലാറ്റിനെയും കാണുന്നത്, ഈ വാഗ്ദേവത എങ്ങനെയാണോ എല്ലാറ്റിലും കാണുന്നത്, അതുപോലെ തന്നെ ഞാനും ആയിത്തീരുന്നു. എന്നിൽ ഹവനം ചെയ്യുന്നു. നിൻ്റെ നേത്രങ്ങളെ ഞാൻ എന്നിൽ ഹവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണോ ലോകത്തെ കാണുന്നത് അതുപോലെ ഞാൻ എൻ്റെ നേത്രങ്ങളെയും മാറ്റിയെടുക്കുന്നു. അതിലൂടെ എൻ്റെ കാര്യം സാധിക്കട്ടെ. അപ്പോൾ നമ്മളൊരാളെ കാണുകയാണ്, അയാൾ എങ്ങനെയാണോ ലോകത്തെ വീക്ഷിക്കുന്നത് അതേ രീതിയിൽ നമ്മളും വീക്ഷിക്കണം. അയാൾ എങ്ങനെയാണോ വീക്ഷിക്കുന്നത് അതേ നിലയിൽ നമ്മളും വീക്ഷിച്ചാൽ നമ്മളിൽ നിന്നും അത്തരത്തിലുള്ള വാക്കുകൾ, മാനസിക ഐക്യമുണ്ടാകും. അയാൾ ഒന്നിനെങ്ങനെയാണ് നോക്കിക്കാണുന്ന ഒരു വിഷയത്തെ അതേപോലെ തന്നെ നമ്മളും നോക്കിക്കാണുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യം ഉണ്ടാകും. ഇപ്പോൾ റോട്ടുമ്മൽ ആരെല്ലോ തമ്മിൽ അടിപിടി കൂടുന്നു, ഒരാൾ പോയിട്ട് ഒരാളെ പക്ഷം പിടിക്കുന്നു, നമ്മളും അതേ പക്ഷം പിടിക്കുക തന്നെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യം. അപ്പോൾ നമ്മൾ ലോകത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അയാൾ വീക്ഷിക്കുന്ന തരത്തിൽ തന്നെ നമ്മളും വീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യം വരും. അതേസമയം തന്നെ അത് പോസിറ്റീവ് നിലയിലാവുകയാണെങ്കിൽ, അതാണ് വാഗ്ദേവത എങ്ങനെയാണോ, വാഗ്ദേവതയുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ, നേത്രേന്ദ്രിയം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നമ്മൾ കാണുന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നിലയിൽ, എപ്പോഴും പോസിറ്റീവ് നിലയല്ലേ സ്വീകരിക്കേണ്ടത്. രണ്ടുപേരെ അടിപിടി കൂടുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം കയറി പിടിക്കുന്നതിൽ അത്ര നല്ലതല്ല. അതിൽ കുറച്ചെങ്കിലും ശരി ഏതാണ് ഉള്ളത് എന്ന് തോന്നിയിട്ട് പിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ വശത്ത് വേറെ ആളും പിടിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ നമ്മൾ തമ്മിൽ ഐക്യം ഉണ്ടാകും. രണ്ടുപേര് അടിപിടി കൊടുക്കുന്നു, ഒരു വാർത്താണ് ന്യായമെന്ന് നമുക്ക് തോന്നുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ വേറൊരു വ്യക്തിയും ആ പക്ഷത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യം ഉണ്ടാകും. അപ്പം ലോകത്തെ നോക്കിക്കാണുന്നതിലും അനുസരിച്ചിരിക്കും നമ്മുടെ വാക്കുകൾ തമ്മിലുള്ള. ഇവിടെ ആവശ്യം എന്താണ്? പ്രിയങ്കരനായി തീരണം മറ്റേ ആളുമായിട്ട്. അപ്പം നമ്മുടെ വീക്ഷണകോണും ഒന്ന് തന്നെയായി മാറും. ഞാൻ നിൻ്റെ സ്തോത്രങ്ങളെ എന്നിൽ ഹവനം ചെയ്യുന്നു. വാഗ്ദേവതയുടെ സ്തോത്രങ്ങളെ, ചെവി കേൾക്കുന്ന അവയവങ്ങളെ ഹവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ കാണുക, കേൾക്കുക, കാണുക, കേൾക്കുക. കേൾക്കുന്നതനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഒരാൾ എന്ത് പറഞ്ഞോട്ടെ, ആ പറയുന്നത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല ഐക്യമുള്ള, നമ്മിൽ നിന്നും അതേ കാര്യമുള്ളവർ. ഒരാൾ നമ്മളെപ്പറ്റി എത്ര നല്ല പറഞ്ഞാലും അയാളെപ്പറ്റി നമുക്ക് നല്ല അഭിപ്രായമില്ലെങ്കിൽ പറയുന്നത് തന്നെ നമ്മൾ എന്തായിട്ടെടുക്കും? അത് പരിഹസിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ഇന്ദ്രിയങ്ങൾ, കേൾവിയുടെ ഇന്ദ്രിയങ്ങളും സമാനമാകണം. അതും പോസിറ്റീവ് നല്ല നിലയിലാകണം. അതുകൊണ്ടാണ് വാഗ്ദേവതയായിട്ട് കമ്പയർ ചെയ്യുന്നത്. വാഗ്ദേവതയുടെ ഇന്ദ്രിയങ്ങൾ, കേൾവിയുടെ ഇന്ദ്രിയങ്ങൾ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു. ആ ശൈലിയിൽ നമ്മൾ കേൾക്കുന്നു. അതായത് നല്ലത് മാത്രം കേൾക്കുക, നല്ല ശൈലിയിലേക്ക് പോവുക. അപ്പോൾ മറ്റുള്ളവരും, അതായത് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പോസിറ്റീവ് നിലയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് പോസിറ്റീവ് നിലയിലുള്ള പ്രതികരണമാണ് വരിക. എപ്പോഴും നല്ല നിലയിലുള്ള പ്രതികരണം ജനങ്ങളെ ആകർഷിക്കാൻ സഹായകരമായി തീരും. ഞാൻ നിൻ്റെ മനസ്സിനെ എന്നിൽ ഹവനം ചെയ്യുന്നു. മാനസികരമായ ഐക്യമുണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണോ വാഗ്ദേവതയുടെ മനസ്സുള്ളത്, ആ രൂപത്തിൽ നമ്മൾ മാനസികമായി ഉയരണം.
നമ്മളെ മനസ്സ് ഉയരുമ്പോൾ നമുക്ക് വേറൊരു വ്യക്തിയെ സമീപിക്കുമ്പോൾ പോസിറ്റീവായിട്ട് അയാളെ കാണാൻ പറ്റും. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ വരുന്ന വ്യക്തിയിൽ ദുഷിച്ച കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല. അവയാളുടെ നല്ല വശങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സനുസരിച്ചാണ് മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. നമ്മൾ മനസ്സ് നല്ല കാമും ക്വയറ്റുമാണെങ്കിൽ, പോസിറ്റീവാണെങ്കിൽ, എല്ലാത്തിനും ഒരാൾ വരുമ്പോഴും അയാളും ആ പോസിറ്റീവ് നിലയിൽ നമ്മൾ വീക്ഷിക്കും. ആ മാനസിക ഐക്യമുണ്ടാകുമ്പോൾ നമ്മിൽ നിന്ന് വരുന്ന വാക്കുകളും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പം കാഴ്ചപ്പാട്, കേൾക്കുന്നതിനെ എങ്ങനെ നമ്മൾ എടുക്കുന്നു, നമ്മളെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഇതിനെയെല്ലാം അനുസരിച്ചാണ് നമ്മിൽ നിന്ന് വരുന്ന വാക്കുകളും സംഭവിക്കുന്നത്. ഇതെല്ലാം നല്ലതാണെങ്കിൽ നമ്മിൽ നിന്ന് വരുന്ന വാക്കുകളും എന്തായിരിക്കും? നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യം സാധിക്കും. എന്നിട്ട് ആഹൂതിക്ക് ശേഷം എന്തു ചെയ്യണം? ആ ഗന്ധം, അതിൽ നിന്ന് വരുന്ന ആഹൂതി അർപ്പിച്ചതിൻ്റെ ശേഷമുള്ള ഗന്ധം ശ്വസിച്ചിട്ട് ബാക്കി വരുന്ന, അഗ്നിയിൽ അർപ്പിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം ശരീരത്തിൽ അവയവങ്ങളെല്ലാം പുരട്ടിയിട്ട് മൗനം അവലംബിച്ചുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയെ നമ്മൾ സമീപിക്കണം. ഏതൊരു വ്യക്തിയെയാണോ നമുക്ക് ആഗ്രഹിക്കണം, നമ്മളിൽ പ്രിയങ്കരനായി മാറേണ്ടത്, ആ വ്യക്തി എനിക്ക് പ്രിയങ്കരനായി തീരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു മാനസികാവസ്ഥയോടുകൂടി ആ വ്യക്തിയുടെ, അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്ന ദൂരത്തിൽ പോയി നിന്നിട്ട്, അല്ലാതെ നേരെ പോയിട്ട് അയാളെ പെരടിക്ക് വീഴുകയല്ല ഉണ്ടത്. അയാളോട് പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമ്പകാലത്തിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അയാൾക്ക് ഇഷ്ടപ്പെടും, അയാൾ നിങ്ങളുടെ പ്രിയങ്കരനായിട്ട് മാറും. നമ്മളവിടുന്ന് പോയി കഴിഞ്ഞാലും അയാളുടെ മനസ്സിൽ ആ പെരുമാറ്റം, നമ്മുടെ ആ പെരുമാറ്റം, നമ്മളെ പറ്റിയുള്ള ഓർമ്മ അയാളുടെ മനസ്സിൽ നിലനിൽക്കും. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളതെന്നും ഓർക്കും. അതിനെന്ത് വേണം? നമ്മുടെ വാക്കുകൾ അത്രയും മനോഹരമായിരിക്കണം. അയാളുടെ കാഴ്ചപ്പാടോടുകൂടി തന്നെയുള്ള ഒരു വാക്കാണ് നമ്മളിൽ നിന്ന് വരേണ്ടത്. അയാൾക്ക് സമൂഹത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് ഒത്ത തരത്തിലുള്ളൊരു വാക്കാണ് നമ്മളിൽ നിന്ന് വരേണ്ടത്. അത് അയാളുടെ ദൃഷ്ടി. അയാൾ കേൾക്കുന്നത് എന്താണോ അയാൾ ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള സംസാരമാണ് നമ്മളിൽ നിന്ന് പോകേണ്ടത്. ചെവി, നമ്മൾ പറയുന്നത് ചെവിയിലൂടെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള നല്ലൊരു സംസാരം, അയാളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സംസാരം, അത് വാഗ്ദേവതയുടെ സംസാരം, വാഗ്ദേവതയുടെ ദൃഷ്ടികോണിൽ കൂടി കണ്ടുകൊണ്ട് വാഗ്ദേവതയുടെ ശൈലിയിൽ സംസാരിക്കുക. മനസ്സ് തമ്മിലുള്ള ഐക്യം, വാഗ്ദേവതയുടെ മനസ്സെങ്ങനെയാണോ, ദേവന്മാരുടെ മനസ്സ് എപ്പോഴും നിഷ്കളങ്കമാണ്, എല്ലാവരെയും പോസിറ്റീവായിട്ട് കാണുന്ന സ്വഭാവമുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും അതേ തരം റെസ്പോൺസ് കിട്ടും. ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ വാക്കിനെ സുന്ദരമായി മാറ്റുന്നതും വികൃതമായി മാറ്റുന്നതും. നല്ല നിലയിൽ ദേവന്മാരുടെ സ്വഭാവത്തോടു കൂടിയുള്ള വാഗ്ദേവതയുടെ സമീപനത്തോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാക്ക് മനോഹരമായി തീരും. അല്ല, അസുരന്മാരുടെ, ദേവന്മാർ അസുരന്മാരുടെ ശൈലിയിലാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ നമ്മളെ ശബ്ദം, വാക്കുകൾ പരുക്കനായി മാറും. കേൾവിക്കാരന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ഥലം കൊടുക്കും. അതുകൊണ്ട് വാഗ്ദേവതയുടെ ശൈലിയിൽ, വാഗ്ദേവതയുടെ ശൈലിയിൽ നമ്മളെ കാഴ്ചപ്പാടും കേൾവിയും മാനസികാവസ്ഥയെല്ലാം മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ നല്ലതായിരിക്കും.
ആ വ്യക്തിയുടെ മുമ്പിൽ പോയിരുന്ന് കുറച്ച് ദൂരെ പോയിരുന്ന് അല്പം വാക്കുകളങ്ങ് പറഞ്ഞേച്ചാൽ മതി. ആ വാക്കുകൾ അയാളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അയാൾക്ക് പ്രിയങ്കരനായിത്തീരും. നമ്മൾ പോയി കഴിഞ്ഞാലും അയാളുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം അയാളുടെ മനസ്സിൽ ഉറച്ചിരിക്കും.